എല്ലാവർക്കും നമസ്കാരം. ബോട്ടണി മാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് എംബ്രിയോളജി. എംബ്രിയോളജി എല്ലാവർക്കും വളരെ എളുപ്പവും അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയാം, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസ്പോറോജെൻസിസ്, മെഗാസ്പോറോജെൻസിസ്, ടൈപ്പ് ഓഫ് ഓവ്യൂൾ, ഫെർട്ടിലൈസേഷൻ ആൻഡ് എൻഡോസ്പേം ഫോർമേഷൻ, എംബ്രിയോ. ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എംബ്രിയോളജി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമുണ്ട്. എന്താണത്? അതെ, ഫ്ലവേഴ്സിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും എന്ത് വേണം? ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അവയർനെസ് നമുക്ക് വേണം. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫ്ലവറിൻ്റെ ഭാഗം. നമുക്കറിയാം, മെയിൽ ഭാഗത്തിന് ആൻഡ്രീഷ്യം എന്നും ഫീമെയിൽ ലൈംഗിക അവയവത്തെ ഗൈനീഷ്യം എന്നും പറയും. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ജനിപുടം, ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ കേസരപുടം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസ്പോറോജെൻസിസ് അല്ലെങ്കിൽ പരാഗരേണു രൂപീകരണത്തെക്കുറിച്ചിട്ടാണ്. മൈക്രോസ്പോറോജെൻസിസ് എന്ന് പറഞ്ഞാൽ പരാഗരേണു രൂപീകരണം. പരാഗരേണു രൂപീകരണത്തെയാണ് എന്തെന്ന് പറയുക? മൈക്രോസ്പോറോജെൻസിസ്. അതിന് നമുക്ക് ആദ്യം ആൺ ലൈംഗിക അവയവമായ കേസരപുടം, സ്റ്റെമൻ, കേസരത്തെക്കുറിച്ച് അറിയണം. 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആന്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗി, അതുപോലെ തന്നെ ഫിലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്തുകം. ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തന്നിട്ടുള്ള ഒരു ക്ലാസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം. എന്തൊക്കെയാണോ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ പഠിക്കുക എന്ന ഒരടിസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒപ്പം പഠിക്കുന്ന ഒരു ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒപ്പം നമുക്ക് പഠിച്ചു പോകാം. ഇനി നമുക്ക് നോക്കേണ്ടത് ആന്തർ. എങ്ങനെയാണ് ഒരു ആന്തർ അല്ലെങ്കിൽ പരാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പതിയെ പരിചയപ്പെട്ട് വരാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൺ ലൈംഗിക അവയവം കേസരപുടത്തെക്കുറിച്ചിട്ടാണ്. അതിൽ ആന്തർ, പരാഗിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പരാഗി അല്ലെങ്കിൽ ആന്തർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ലോബുള്ളതാണ് എന്തെന്ന് പറയുന്നത് പരാഗി. ഓരോ ലോബിലും 2 അറകൾ, ഈ അറകളെയാണ് തീക്ക എന്ന് പറയുന്നത്. ഓരോ ലോബിലും 2 അറകളുണ്ട്. ആ അറകളെയാണ് തീക്ക എന്ന് പറയുന്നത്. സോ ആന്തർ അല്ലെങ്കിൽ പരാഗി എപ്പോഴും എന്തായിരിക്കും? ഡൈതീക്കസ് ആയിരിക്കും. 2 അറകളുള്ളത് കൊണ്ട് ഇതിനെ ഡൈതീക്കസ് എന്ന് പറയും. ഓരോ അറയുടെയും മൂലകളിലായി 2 വീതം രേണുപേടകങ്ങൾ, മൈക്രോസ്പൊറാഞ്ചിയം. ആന്തറിൻ്റെ ഒരു ചിത്രം ഞാനിവിടെ വരയ്ക്കാം. ഇങ്ങനെ 4 ലെയറായിട്ടാണ് എന്ത് കാണപ്പെടുക? പരാഗി കാണപ്പെടുക. അപ്പോൾ ഇതിൽ 2 അറകൾ ഉണ്ടായിരിക്കും. ഈ 2 അറകൾ, ഓരോ അറകളുടെയും മൂലകളിലായി 2 വീതം രേണുപേടകങ്ങൾ, അതായത് എന്ത് കാണുന്നുണ്ടായിരിക്കും? രേണുപേടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രേണുപേടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയം. രേണുപേടകം എന്ന് പറഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയാണ് രേണുപേടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 2 രേണുപേടകങ്ങൾ, അതായത് മൈക്രോസ്പൊറാഞ്ചിയം യോജിച്ചാണ് പൊള്ളൻ സാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പരാഗരേണുസഞ്ചിയെയാണ് എന്തെന്ന് പറയുക? പൊള്ളൻ സാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത് ഈ 4 ലെയേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു 4 ലെയർ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടണി മെയിനായിട്ട് എടുത്തവർക്കും സുവോളജി എടുത്തവർക്കും ഒക്കെ അറിയാം, പൊള്ളൻ ഗ്രെയിനിന് അല്ലെങ്കിൽ ആന്തറിന് 4 വാളാണുള്ളത്. അതിലത്തെ ആദ്യത്തെ വാളിന് എന്തെന്ന് പറയും? എല്ലാവർക്കും അറിയുന്ന എപ്പിഡെർമിസിൻ്റെ മലയാളമാണ് ഉപരിവൃത്തി. എന്താണ്? ഉപരിവൃത്തി.
രണ്ടാമത്തെ ലെയറാണ് എൻഡോതീഷ്യം. എൻഡോതീഷ്യം. ഈ എൻഡോതീഷ്യം മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ എൻഡോതീഷ്യം തന്നെയാണ് പറയുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ലെയർ മിഡിൽ ലെയർ, മധ്യപാളി. മിഡിൽ ലെയറാണ് മധ്യപാളി. നാലാമത്തെ ലെയറിനെയാണ് ടാപ്പീറ്റം. എന്താ പറയുക? ടാപ്പീറ്റം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് കാണപ്പെടുക? രേണുപേടകങ്ങൾ, മൈക്രോസ്പൊറാഞ്ചിയം കാണപ്പെടുക. അതുപോലെ തന്നെ ഇതിൻ്റെ നടുവിലായിട്ടൊരു പോർഷൻ ഉണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുക? എന്തെന്ന് പറയും? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസ്പോറോജെൻസിസ് ആണ്. മൈക്രോസ്പോറോജെൻസിസിൽ എൻ്റെ കൂടെ എഴുതി പോവുക. നമ്മൾ അതായത് ലെക്ചർ നോട്ട് എടുക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുക. നമ്മളിനിയിപ്പോൾ സ്പൂൺ ഫീഡിങ് പോലെ എല്ലാവർക്കും ഇങ്ങനെ എല്ലാം എഴുതി തരാൻ നിന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. സോ നമുക്ക് ഒരുമിച്ച് ഇതിങ്ങനെ തരുന്നത് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കുക. നോട്ട് കളക്ഷൻ എന്നതിലുപരി ഒപ്പം പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ പരാഗരേണു രൂപീകരണമാണ്. പരാഗരേണു രൂപീകരണത്തിൽ നമുക്കറിയാം പൊള്ളൻ മദർ സെല്ലിനെ മലയാളത്തിൽ രേണു മാതൃകോശം എന്ന് പറയും. ഈ പൊള്ളൻ മദർ സെല്ല് മിയോസിസ്, അതായത് ഊനഭംഗം സംഭവിച്ച് എന്തായി മാറും? പരാഗരേണുവായിട്ട് മാറും. അപ്പോൾ പരാഗരേണു എപ്പോഴും ടെട്രാഡ് ഫോമിൽ, അതായത് മൈക്രോസ്പോർ ടെട്രാഡ് അല്ലെങ്കിൽ പൊള്ളൻ ടെട്രാഡ് കണ്ടീഷനിലാണ് കാണപ്പെടുക. അതിനെന്താ വെച്ചാൽ അവിടെ നിറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ കൂടി കാണപ്പെടുന്നത്. പിന്നീട് ഈ വാട്ടർ കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യും? നിർജ്ജലീകരണം നടന്ന് ഈ പൊള്ളൻ ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്ത് മാറും. ഇങ്ങനെയാണ് പരാഗരേണു രൂപീകരണം നടക്കുന്നത്. ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ 4 വോള് പഠിച്ചപ്പോൾ എപ്പിഡെർമിസ് നമുക്കറിയാം, അല്ലെങ്കിൽ ഉപരിവൃത്തി എന്ന് പറയുന്നത് പുറമേയുള്ള പാളിയാണ്. സംരക്ഷണമാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി എൻഡോതീഷ്യം രണ്ടാമത്തെ പാളിയാണ്, സംരക്ഷണം തന്നെ. മധ്യപാളി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാളിയാണ്. പക്ഷേ ഇതിന് പ്രത്യേകതയുണ്ട്. 1 മുതൽ 3 കോശനിരകളായിട്ടാണ് കാണപ്പെടുക. ഈ എൻഡോതീഷ്യം മധ്യപാളിയും പരാഗി അല്ലെങ്കിൽ പരാഗരേണു സ്വതന്ത്രമാക്കാൻ വേണ്ടി സഹായിക്കും മധ്യപാളി. അതുപോലെ തന്നെ എൻഡോതീഷ്യം പരാഗരേണുവിനെ പുറത്തു വിടാൻ, പരാഗി പൊട്ടാൻ വേണ്ടി സഹായിക്കും. ടാപ്പിറ്റത്തിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നാൽ ഉള്ളിലെ പാളി ആയതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന പരാഗരേണുവിന് പോഷണം നൽകും. ഇതിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം, കോശങ്ങളിൽ നിറയെ കോശദ്രവ്യം കാണും. ഒന്നിൽ കൂടുതൽ മർമ്മം കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നാലാമത്തെ ലെയറായിട്ടുള്ള ടാപ്പീറ്റം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ മൈക്രോസ്പോറോജെൻസിസ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് പരാഗരേണുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പരാഗരേണു അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ആൺ ഗ്യാമിറ്റോഫൈറ്റിനെ പ്രതിനിധീകരിക്കും. അപ്പോൾ പെൺ ഗ്യാമിറ്റോഫൈറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആരായിരിക്കും? എംബ്രിയോ അല്ലെങ്കിൽ ഭ്രൂണസഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത സസ്യങ്ങളിലെ പരാഗരേണുക്കളുടെ വലുപ്പം, ആകൃതി, നിറം, രൂപകൽപ്പനയൊക്കെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ഗോളാകൃതിയിലാണ് ഇത് കാണപ്പെടുക. അപ്പോൾ ഒരു പരാഗി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരാഗരേണുവിനെ എടുക്കുകയാണെങ്കിൽ അതിന് 2 പാളിയുണ്ട്. അതിലത്തെ പുറത്തുള്ള പാളീനെ 2 പാളിയുണ്ട്. പുറത്തുള്ള പാളീനെ എക്സൈൻ എന്നും, മലയാളത്തിലും എക്സൈൻ തന്നെ കേട്ടോ പറയുക. പുറത്തുള്ള പാളീനെ എക്സൈൻ എന്നും ഉള്ളിലുള്ള പാളീനെ ഇൻഡെയിൻ എന്നും പറയും. അപ്പോൾ ഈ എക്സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോറോപൊളനി അറിയുണ്ടാവുമല്ലോ. ഈ സ്പോറോപൊളനിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭാഗമാണ് എക്സൈൻ എന്ന് പറയുന്നത്. ജൈവവസ്തുക്കളിൽ ഏറ്റവും ദൃഢമായിട്ടുള്ള കമ്പോണൻ്റാണ് എന്ത് പറയുന്നത്? സ്പോറോപൊളനിൻ. പിന്നെ ഇത്ര തന്നെ ഹാർഡായതുകൊണ്ട് തന്നെ ഇത് പരാഗരേണു ഫോസിലായിട്ട് നിലനിർത്തുന്നതിന് സ്പോറോപൊളനിൻ സഹായിക്കുന്നുണ്ട്. ഇൻഡെയിൻ എന്ന് പറയുമ്പോൾ സെല്ലുലോസും അതുപോലെ തന്നെ സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് നിർമ്മിച്ചതാണ് ഇൻഡെയിൻ എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞ പാളിയാണ്. പരാഗരേണുക്കളുടെ കോശദ്രവ്യത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന കോശസ്തരാണ് ഇതിൽ കാണുന്നത്. ഇനി
ഈ ഇന്ത്യൻ ഭാഗത്ത് എന്തുണ്ടാവില്ല, ചില ഭാഗത്ത് സ്പോറോപൊളനിൻ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ചെറിയൊരു ഓപ്പണിംഗ് കാണും. ഇതിനെയാണ് എന്തെന്ന് പറയുക, ജേം പോർ. ഈ ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുക, ജേം പോർ എന്ന് പറയുന്നത്. ഇത്ര നിങ്ങൾക്ക് കിട്ടിയോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗമാണ് ഈ ആന്തറിൽ തന്നെ 2 സെൽ കണ്ടീഷനിലാണ് കാണപ്പെടുക. ആന്തറിൽ 2 സെല്ല് കണ്ടീഷനിൽ കാണപ്പെടും. ഇതാണ് 2 സെല്ല്. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും രണ്ടാമത്തെ ജനറേറ്റീവ് സെല്ലും. ഈ വെജിറ്റേറ്റീവ് സെല്ലിനെ കായിക കോശം, മലയാളത്തിൽ കായിക കോശം, ജനറേറ്റീവ് സെല്ലിനെ ഈ വെജിറ്റേറ്റീവ് സെല്ല് ട്യൂബ് സെല്ലെന്ന് അറിയപ്പെടാറുണ്ട്. ഈ വെജിറ്റേറ്റീവ് സെല്ല് എപ്പോഴും എന്തായിരിക്കും, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. വെജിറ്റേറ്റീവ് സെല്ല് എപ്പോഴും വലുതായിരിക്കും, ധാരാളം സമൃദ്ധാഹാരം ഉണ്ട്, അതുപോലെ തന്നെ വ്യക്തമായ ആകൃതി ഇല്ലാത്തൊരു മർമ്മം ഇതിലുണ്ടായിരിക്കും. ഇനി ജനറേറ്റീവ് സെല്ലാണെങ്കിൽ കായിക കോശത്തിൻ്റെ കോശദ്രവ്യത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ചെറിയ കോശമാണ് ഈ ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആകൃതിയാണ് നമുക്കിവിടെ നോക്കിയാൽ അറിയാം. എന്താകൃതിയിലാണ് കാണുന്നത്, സ്പിൻഡിൽ ആകൃതിയിലാണ് എന്ത് കാണുന്നത്, കായിക കോശം. സ്പിൻഡിൽ ആകൃതിയിലാണ് കായിക കോശം കാണപ്പെടുന്നത്. ഇതിലാകെ ഒരു മർമ്മം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, നിറയെ കോശദ്രവ്യം ഉണ്ടായിരിക്കും. അപ്പോൾ 2 കോശങ്ങളുണ്ട്, കായിക കോശം, ജനറേറ്റീവ് കോശം. കായിക കോശം എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും, ധാരാളം സമൃദ്ധാഹാരം കാണപ്പെടുന്നു, വ്യക്തമായ ആകൃതി ഇല്ലാത്തൊരു മർമ്മം ഉണ്ടായിരിക്കും. ജനറേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ കായിക കോശത്തിൻ്റെ കോശദ്രവ്യത്തിൽ ഒഴുകി നടക്കുന്ന ചെറിയ കോശമാണ്, സ്പിൻഡിൽ ആകൃതിയായിരിക്കും, ഏകമർമ്മം, നിറയെ കോശദ്രവ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 60% സപുഷ്പികൾ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പം, അതിൽ 2 കോശങ്ങളുള്ള അവസ്ഥയിലാണ് കാണപ്പെടുക. 60% സപുഷ്പികളിലും 2 കോശമുള്ള അവസ്ഥയിലാണ് കാണപ്പെടുക. പരാഗരേണു സ്വതന്ത്രമാകുന്നതും ഈ 2 കോശമുള്ള കണ്ടീഷനിലായിരിക്കും. പക്ഷെ ചിലതിൽ മാത്രം എന്ത് ചെയ്യും, 3 സെല്ലുള്ള കണ്ടീഷൻ ആയിട്ട് മാറുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജനറേറ്റീവ് സെല്ല് എന്ത് ചെയ്യും, ജനറേറ്റീവ് സെല്ല് ഒന്ന് ഡിവൈഡ് ചെയ്യും. അതായത് നമുക്കറിയാം ഇങ്ങനെയാണ് നമ്മുടെ കോശം കിടക്കുന്നത്. ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് ഇതെന്ത് ചെയ്യും, ട്യൂബ് സെല്ലായി മാറും. ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഇതെന്തായി മാറും, 2 മെയിൽ ഗ്യാമീറ്റ് പുംബീജായിട്ട് മാറും. 2 മെയിൽ ഗ്യാമീറ്റായിട്ട് മാറും, പുംബീജായിട്ട് മാറും. പിന്നെ നമുക്കറിയാം ഇത്രയാണ് ഒരു പരാഗ രേണുവിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ അലർജി, ശ്വാസനാളി രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ഡിസീസിന് കാരണമുണ്ട്. അതിന് കാരണമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് സസ്യമാണ് പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ന്യൂട്രിയൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. പിന്നെ ടാബ്ലറ്റ് ആയിട്ടും ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കായിക താരങ്ങളായിക്കോട്ടെ, പന്തയ കുതിരകളുടെയൊക്കെ ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പരാഗരേണു സ്വതന്ത്രമാക്കപ്പെട്ടാൽ അവയുടെ ജീവക്ഷമത, അതായത് വയബിലിറ്റി നഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യും, വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ പറയുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ +1 +2 ടെക്സ്റ്റും കൂടി ബേസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇപ്പോൾ +2 ടെക്സ്റ്റിൽ നമുക്ക് ഈ ചാപ്റ്റർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഈ കവർ ചെയ്തിട്ട് പോകുന്നത്. അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ മാക്സിമം നമുക്ക് വേണ്ട പോയിൻറ്റ്സൊക്കെ എല്ലാ ഭാഗത്തു നിന്നും കളക്ട് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അതാണ്. അതായത് +1ൻ്റെയും +2ൻ്റെയും ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ +1ൻ്റെയും +2ൻ്റെയും ആ ഭാഗം വരുന്ന എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു ഭാഗമാണ് വയബിലിറ്റി, ജീവക്ഷമത എന്ന് പറയുന്നത്, പരാഗരേണുവിൻ്റെ ജീവക്ഷമത. അപ്പോൾ നെല്ലും ഗോതമ്പൊക്കെ 30 മിനിറ്റ് കൊണ്ടാണ് പരാഗസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടാൻ 30 മിനിറ്റ് എടുക്കും. അതുപോലെ തന്നെ റോസേസിയ, ലെഗുമിനേസിയ, സൊളാനേസിയയിലൊക്കെ മാസങ്ങളോളം വയബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ഓഫ് കൺസർവേഷനാണ് പൊള്ളൻ ബാങ്ക്. സീഡ് ബാങ്ക് എന്നൊക്കെ കേട്ടില്ലേ, അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് ഓഫ് കൺസർവേഷനാണ് പൊള്ളൻ ബാങ്ക്. പിന്നെ ഈ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ കേസിലും ക്രയോ പ്രിസർവേഷൻ ഉണ്ട്. അതായത് ലിക്വിഡ് നൈട്രജനിൽ, ദ്രവ നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് സൂക്ഷിക്കുക, പൊള്ളൻ ഗ്രെയിൻസ് സൂക്ഷിക്കുക. അതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുക. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, മൈക്രോസ്പോറോജൻസിസ്, ആന്തർ, പരാഗി എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ മെഗാസ്പോറോജൻസിസ് എടുക്കാം. നിങ്ങൾക്ക് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. അപ്പോൾ താങ്ക് യു. ദാറ്റ്സ് ഓൾ.